ദിവസങ്ങൾക്കുള്ളിൽ വെനസ്വേലയിൽ വൻതോതിലുള്ള ആക്രമണം നടത്താൻ തീരുമാനമെടുത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട സൈനിക ജനറൽമാരുമായും പ്രതിരോധ സെക്രട്ടറിയുമായും ഒക്കെ തന്നെ അദ്ദേഹം ഇക്കാര്യത്തിൽ ചർച്ച നടത്തി അന്തിമ തീരുമാനമെടുത്ത് കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെനസ്വേലയിൽ നിന്നുള്ള വൻതോതിലുള്ള മയക്കുമരുന്ന് കടത്ത് തടയുന്നതിന് വേണ്ടിയാണ് ഈ നടപടി ട്രംപ് സ്വീകരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈയിടെ വെനസ്വേലയിൽ നിന്നുള്ള മയക്കുമരുന്നുമായി എത്തുന്ന കപ്പലുകളെയും ബോട്ടുകളെയും ഒക്കെ തന്നെ ആക്രമിക്കാൻ ട്രംപ് ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ ഫലമായി ഏതാണ്ട് 19ഓളം ആക്രമണങ്ങളാണ് അമേരിക്ക നടത്തിയത്. നിരവധി ചെറു കപ്പലുകളും ബോട്ടുകളുമൊക്കെ ഈ ആക്രമണത്തിൽ തകർന്നിരുന്നു. ഏതാണ്ട് 76 പേരോളം കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. തകർന്ന ഒരു കപ്പലിൽ നിന്ന് 2 പേർ രക്ഷപ്പെട്ടിരുന്നു. ഇവർ ദമ്പതികളായിരുന്നു. അവരെ വീണ്ടും അവരുടെ സ്വദേശത്തേക്ക് തന്നെ മടക്കി അയക്കാനും തീരുമാനമായിട്ടുണ്ടായിരുന്നു. അതേസമയം ഡൊണാൾഡ് ട്രംപ് ഈ സ്വീകരിക്കുന്ന നടപടികളൊന്നും തന്നെ ശരിയായതല്ല എന്നാണ് വെനസ്വേല ആരോപിക്കുന്നത്. അവർ പറയുന്നത് മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങൾ അവർ കൈകടത്തുന്നു എന്നാണ്. കൂടാതെ അമേരിക്കയിലെ തന്നെ പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകളും ഈ നീക്കം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അമേരിക്ക ഇപ്പോൾ നടപടികൾ സ്വീകരിക്കുന്നത് എന്നാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് എത്തുന്നത് വലിയ തോതിലുള്ള കുഴപ്പങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും അധികം എത്തുന്ന വെനസ്വേലയ്ക്ക് നേരെ തന്നെ ആക്രമണം നടത്താനാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത്.